Dear students, welcome to the new session of business regulation classes. In the last classes, we were discussing the essentials of Indian Contract Act or the essentials of entering into a valid contract. In the last classes, we discussed the essentials, offer and acceptance, consideration, capacity of parties. Now on, we are discussing the fourth essential, free consent. Free consent to enter into a contract. മുൻപിലുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ പഴയ സെഷൻസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങളത് കണ്ടതിന് ശേഷം ഈ സെഷൻ കൂടെ കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീ കൺസെൻറ്റ് എന്നതായ ഒരു എസെൻഷ്യലിനെ കുറിച്ചാണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികൾ തമ്മിൽ കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതെന്താണ് ഫ്രീ കൺസെൻ്റ് എന്നും എങ്ങനെയാണ് അത് കൊടുക്കാൻ കഴിയുക, ഏതൊക്കെ കാര്യങ്ങളാണ് ഫ്രീ കൺസെൻ്റ് അല്ല എന്നുള്ളതും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. One of the essentials of a valid contract mentioned in section 10 is that the parties should enter into contract with free consent. According to section 14, consent is said to be free when it is not caused by coercion, undue influence, fraud, misrepresentation, mistake, subject to the provisions of the section 20, 21 and 22. അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള മാർഗങ്ങളിൽ കൂടെ അല്ലാതെ സമ്പാദിച്ച എല്ലാ കൺസെൻറ്റിനെയും നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയും. രണ്ട് വ്യക്തികൾ അവരുടെ സമ്മതം പൂർണ്ണമായി ഫ്രീ ആയി നൽകുന്ന ഒന്നിനെയാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും ബാഹ്യ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് കൺസെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയാൻ കഴിയുകയില്ല. കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി കോസ്റ്റ് when it would not have been given but for the existence of such coercion, undue influence, fraud, misrepresentation or mistake. If the consent of one of the parties is not free consent, that is, it has been caused by one or other of the above stated factors, the contract is not a valid one. When consent to an agreement is caused by fraud, coercion, misrepresentation or undue influence, the agreement is a contract voidable at the option of the party whose consent was so caused. If, however, the consent is caused by a mistake, the agreement is void. അപ്പോൾ ഈ പറയുന്ന ഓരോ രീതിയിലും കൺസെൻറ്റ് സമ്പാദിക്കുമ്പോൾ എന്താണ് കോയേഷൻ, എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഇതെല്ലാം നമ്മൾ വിശദമായി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോയേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഇഫക്ട്സ് എന്താണ്, അതിൻ്റെ ഭാഗമായി കോൺട്രാക്റ്റ് ഉണ്ടാവുന്ന ഇഫക്റ്റ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ സമ്പാദിക്കുന്ന കൺസെൻറ്റുകളൊക്കെ തന്നെ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി തന്നെ നമുക്ക് കോയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. According to section 15, coercion is the committing or threatening to commit any act forbidden by the Indian Penal Code or the unlawful detaining or threatening to detain any property to the prejudice of any person, whatever with the intention of causing any person to enter into an agreement. ഒരു വ്യക്തി എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുമെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിൽ നിയമപരമായിട്ട് തടഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അനധികൃതമായി കയ്യിൽ വെച്ച് ഞാൻ കൊണ്ടു നടക്കുമെന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒന്നിനെയാണ് കോയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിയമപരമല്ലാതെ ഒരു വ്യക്തിയെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടി
ഭീഷണിപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തും എന്ന് പറയുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഭീഷണി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. So that is called coercion. Coercion is said to be there when the consent of the person has been caused by committing or threatening to commit any act or unlawful detaining or threatening to detain any property. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ നമ്മൾ ഇതിൻ്റെ ഓരോന്നും ഓരോ കേസായിട്ട് എടുത്ത് നോക്കാം. എന്താണ് ഈ പറയുന്ന ത്രെട്ടനിങ് എന്നും അൺലോഫുൾ ഡീറ്റെയിനിങ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്ന്, ദി ആക്ട് ഫോർബിഡൻ ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ്. എന്താണ്? ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ് ദാറ്റ് ഇഫ് എ പേഴ്സൺ കമ്മിറ്റ്സ് or threaten to commit an act forbidden by the Indian Penal Code with a view to obtain the consent of the other person to the some agreement, the consent in such case is deemed to have been obtained by coercion. For example, A threatens to shoot B if B does not agree to sell his property to A at a stated price. B's consent in this case has been obtained by coercion. ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന വ്യക്തിയോടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ബിനോട് എ പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന വിലയ്ക്കാണ് ഈ സ്ഥലം വിൽക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെടിവെക്കും എന്ന് പറയാണ്. അപ്പോൾ ബി അത് കേട്ട് പേടിച്ചുകൊണ്ട് അവിടെ കൺസെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത്തരം കൺസെൻറ്റുകൾ ആക്ച്വലി കോയേഷനാണ്. നിയമപരമായി ഒരു വ്യക്തിയെ ഷൂട്ട് ചെയ്യുന്നതിന് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇന്ത്യയിലെ ഒരു സിറ്റിസനും അധികാരമില്ല, അൺലെസ് അതോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് പോലും വളരെ പ്രത്യേക സിറ്റുവേഷൻസിൽ മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഇതൊരു ഫോർബിഡൻ ബൈ ദി ആക്ട് ആണ്, ഫോർബിഡൻ ആക്ട് ആണ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താനായിട്ട് പാടില്ല. അതാണ് ഒന്നാമത്തെ ആക്ട് ഫോർബിഡൻ ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നുണ്ട്? ഇവിടെ രംഗനായകമ്മയും അതുപോലെ അൽവാർ സെട്ടിയും തമ്മിലുള്ള ഒരു കേസാണ്. The question before the Madras High Court was regarding the validity of the adoption of a boy by a widow aged 13 years. On the death of her husband, the husband's dead body was not allowed to be removed from her house by the relatives of the adopted boy until she adopted the boy. It was held that the adoption was binding on the widow, was not binding on the widow. ഇവിടെ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവരൊരു പയ്യനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് അവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുകയാണ്. ഡെഡ് ബോഡി വീട്ടിൽ നിന്നും പുറത്തേക്ക് കടത്താതെ ആവശ്യപ്പെടുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ വളരെയധികം മാനസികമായിട്ട് തളരുകയും അവർക്കത് നിർബന്ധപൂർവം ആ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുകയും ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് കോടതിയിലെത്തിയപ്പോൾ കോടതി വളരെ വ്യക്തമായി പറഞ്ഞു അതൊരു കോവേഷൻ്റെ ആക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിയമപരമായി ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടില്ല. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസാണ്, 1889 വന്നിട്ടുള്ള ഒരു കേസാണ്. ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അൺലോഫുൾ ഡീറ്റെയിനിങ് ഓഫ് പ്രോപ്പർട്ടിയാണ്. According to Section 15, coercion could also be caused by unlawful detaining or threatening to detain any property to the prejudice of any person, whatever with the intention of causing any person to enter into an agreement. For example, നമുക്ക് പറയാം, if an outgoing agent refuses to hand over the accounts books to the new agent until the principal executes release in his favor, that is a coercion. ഇതും ഒരു ഫേമസ് കേസാണ്, മുത്തയ്യ ചെട്ടിയാർ വേഴ്സസ് കറുപ്പൻ 1927. നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു ഏജന്റിനെ ഫിക്സ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ബാങ്കിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി. പക്ഷേ ഇവിടെ ഈ പറയുന്നു ഈ ഒരു ഏജന്റിന് മറ്റൊരു ഏജന്റിലേക്ക് തൻ്റെ ബുക്സൊക്കെ കൈമാറേണ്ട സാഹചര്യം വരെയാണ്. അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ആ ഏജന്റിൻ്റെ പ്രിൻസിപ്പൾ ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചിലപ്പോൾ കൊടുക്കാനുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൈമാറൂ എന്ന് ഏജന്റ് അവിടെ വാശി പിടിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് നിർബന്ധം പിടിക്കുകയാണ്. ദാറ്റ് ഈസ് ആൻ അൺലോഫുൾ ഡീറ്റെയിലിംഗ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പളിൻ്റെ പ്രോപ്പർട്ടിയെ അൺലോഫുള്ളായിട്ട് നിയമപരമല്ലാതെ ഡീറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്.
പകരം അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കുകയോ പോലീസിനെ സമീപിക്കുകയോ ഒക്കെ ചെയ്യാം അദ്ദേഹത്തിന് പണം തിരിച്ചു ലഭിക്കുന്നതിന്. പക്ഷെ അൺലോഫുൾ ഡീറ്റെയിൻ ചെയ്തുകൊണ്ട് അവിടെ കോയേഷൻ ചെയ്യാൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. Intention of causing. മൂന്നാമത്തത് intention of causing any person to enter into an agreement. To prove coercion, it is not sufficient that the committing or the threatening to commit a forbidden act is existent, but it is also to be established that the committing or the threat of such forbidden act was effectively used with the intention of compelling any person to enter into a contract. നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് കൃത്യമായി നമ്മൾ ഭീഷണിപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ അവിടെ സമീപിച്ചിരിക്കുന്നത് എങ്കിൽ അതും ഒരു കോയേഷനായിട്ട് നമുക്ക് കാണാം. ആക്ച്വലി നമ്മൾ ഭീഷണിപ്പെടുത്തണമെന്നില്ല. ദർ ഇസ് എൻ ഇന്റൻഷൻ ടു മേക്ക് എ കോവേഷൻ ഓർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തണം എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഫോർബിഡൻ ആക്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ അവിടെ കോവേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി അടുത്തത്, കോവേഷൻ ക്യാൻ ബി അപ്ലൈഡ് എയ്തർ ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് or even by a stranger. Coercion may be applied against a party to the contract or any other person, even a stranger. കോൺട്രാക്റ്റിന് വെളിയിലുള്ള ഒരാൾക്ക് പോലും കോൺട്രാക്റ്റിലെ കോവേഷൻ ബാധകമാണ്. എക്സ് ആൻഡ് വൈ നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു കോൺട്രാക്റ്റിൽ, പക്ഷേ എക്സിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ താല്പര്യമില്ല. പക്ഷെ സെഡ് എന്ന് പറയുന്ന ആള് എക്സിന് ത്രിട്ടൺ ചെയ്യുകയാണ്. അതുവഴിയായിട്ട് അദ്ദേഹം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. പക്ഷെ വൈ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയുന്നില്ല. പക്ഷെ പിന്നീട് മനസ്സിലാക്കുന്നു സെഡ് എന്ന് പറയുന്ന തേർഡ് പാർട്ടിയാണ് ആ ഭീഷണി നടത്തിയിട്ടുള്ളത്. പക്ഷെ അതും ഒരു കോയേഷനായിട്ട് തന്നെ കണക്കാക്കുകയാണ്. തേർഡ് പാർട്ടി ചെയ്ത ക്രൈം പോലും ഇതിന്റെ ഭാഗമായ കോൺട്രാക്റ്റിന്റെ ത്രട്ടനിങ് ആയിട്ട് വരികയാണ്. അപ്പൊ തേർഡ് പാർട്ടി ചെയ്ത തെറ്റ് പോലും അവിടെ കോൺട്രാക്റ്റിന്റെ കോയേഷനായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. മറ്റൊന്ന്, പ്ലേസ് ഓഫ് കോയേഷൻ ഇസ് ഇമ്മീറ്റീരിയൽ. എവിടെ വെച്ച് നമ്മൾ ഭീഷണിപ്പെടുത്തു എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമല്ല. ഇറ്റ് ഈസ് ഇമ്മീറ്റീരിയൽ വെദർ ദ പീനൽ കോഡ് ഇസ് ഓർ നോട്ട് ഇൻ ഫോഴ്സ് അറ്റ് ദ പ്ലേസ് വേർ ഇറ്റ് ഈസ് പെർഫോംഡ്. നമ്മൾ ഭീഷണി നടത്തുന്ന സ്ഥലത്ത് ഇന്ത്യൻ പീനൽ കോഡ് ബാധകമാണോ അല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ഇവിടെ പ്ലേസ് ഓഫ് കോയേഷൻ എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. ഫോർ എക്സാമ്പിൾ, എ ഓൺ ബോർഡ് ആൻ ഇംഗ്ലീഷ് ഷിപ്പ് ഓഫ് ദി on the high seas causes B to enter into agreement by act amounting to criminal intimidation under the Indian Penal Code. A afterwards used B for breach of contract in Calcutta. A has employed coercion, although his act is not an offence by the law of England. And although section 506 of the Indian Penal Code was not in force at the time when or at the place where the act was done. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് പുറത്ത് നടന്നൊരു കോവേഷനാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ കോവേഷൻ ഇന്ത്യക്ക് പുറത്ത് വെച്ച് നടന്നാണെങ്കിൽ പോലും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അത് തെറ്റായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺട്രാക്ട് കോവേഷനിൽ കൂടെ നേടിയതാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്ഥലം ഒരു പ്രശ്നമല്ല കോവേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 5 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഈ കോവേഷൻ എന്നുള്ള പോയിന്റിനെ സംബന്ധിച്ച്. ഒന്ന് നമ്മൾ പറഞ്ഞത് കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ് എ ഫോർബിഡൻ ആക്ട്. ഫോർബിഡൻ ആക്ട് എന്താണെന്ന് പറഞ്ഞു. അൺലോഫുൾ ഡീറ്റെയിനിങ് എന്ന് പറയുന്നത് എന്താണ്. അതുപോലെ ഇന്റൻഷൻ ടു കോസ് ആൻഡ് ത്രെട്ട് ഈസ് ഓൾസോ കോവേഷൻ. ആൻഡ് കോവേഷൻ ബൈ തേർഡ് പാർട്ടി. ദെൻ കോവേഷൻ, ദ പ്ലേസ് ഓഫ് കോവേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോവേഷനിൽ കൂടെ നേടുന്ന ഒരു കോൺട്രാക്റ്റ് വാലിഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇറ്റ് ഈസ് വോയിഡ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ഈതർ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക്, ഭീഷണിയുടെ ഇത് നേടിയ വ്യക്തിക്ക്, ഭീഷണിപ്പെട്ട് ഇതിൽ എൻ്റർ ചെയ്തൊരു വ്യക്തിക്ക് ഈ കോൺട്രാക്റ്റ് മുന്നോട്ട് പോകണമെന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ആ കോൺട്രാക്റ്റ് വേണമെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആരാണോ ഇഞ്ചേർഡ് പേഴ്സൺ ആ വ്യക്തിക്ക് കോൺട്രാക്റ്റ് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവസാനിപ്പിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഓപ്ഷനാണ്. പക്ഷെ അതുവരെ അത് വാലിഡായിട്ട് മുന്നോട്ട് പോകും. തുടർന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ആ കോൺട്രാക്റ്റുമായി മുന്നോട്ട് പോകാം. അത് വാലിഡായിട്ട് തന്നെ നിൽക്കും. പക്ഷെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെന്നില്ല എങ്കിൽ അത് വോയിഡായി മാറുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള സെഷൻസ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.